ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിപ്പ് വടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എത്രയാണോ പരിപ്പ് വട ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പരിപ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ നല്ല വൃത്തിയായി കഴുകി നമുക്കിത് കുതിരാനായിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുതിർന്ന് കഴിഞ്ഞ പരിപ്പ് നമുക്കിതൊന്ന് വെള്ളം ഒന്ന് വാർത്ത് ഇതേപോലെ ഒന്ന് വെക്കണം. ഇതാ കണ്ടില്ലേ, പരിപ്പൊക്കെ നല്ല നിറത്തിൽ, നല്ല മഞ്ഞ നിറത്തിലായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമല്ല വരുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി, പിന്നെ നമ്മൾ നേരത്തെ പരിപ്പ് കുറച്ച് മാറ്റി വെക്കണം. പിന്നെ പെരിഞ്ചീരകം, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ. പിന്നെ ഇതേപോലെയാണ് നമുക്ക് ഈ പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായിട്ട് അരച്ചെടുക്കരുത്, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ടെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് നന്നായി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ തന്നെയുള്ളൂ നമുക്ക് ഉപ്പും ഈ ഉള്ളി എല്ലാം കൂടെ നമുക്കിതിൽ യോജിച്ച് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ആക്കിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ ബോൾ പോലെ ആക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നമുക്ക്. ഇനി അഥവാ നിങ്ങൾ ഉരുട്ടുന്ന സമയത്ത് നല്ല ഹാർഡാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കയ്യിലാക്കി കൊടുത്താൽ മതി. ഈ പരിപ്പിലേക്ക് ആക്കി കൊടുക്കരുത്. എന്നിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് നമ്മുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് മറ്റേ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. 2 കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള, അധികം ഒന്നും മൊരിഞ്ഞു പോകരുത്. അധികം മൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹാർഡായി പോകും. അധികം തീ കൂട്ടി വെക്കാൻ ചെയ്യരുത്. നോർമലി ഒരു സ്ലിമ്മും ആക്കരുത്. ആ ഒരു പാകത്തിന് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള, നല്ല കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് പരിപ്പ് വടയാണിത്. ഈ പരിപ്പ് നമുക്ക് സാധാ നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന ആ പരിപ്പ് കൊണ്ട് ഇതേപോലെ തന്നെ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.